ഇപ്പം നീറ്റ് എഴുതി വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് കേരള റാങ്ക്, അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന കാറ്റഗറി റാങ്ക്. അതേപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്, അല്ലേ? ഇപ്പം നിലവിൽ നമുക്ക് ആകെയുള്ളൊരു ക്ലൂ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റാങ്ക് അറിയാം. ഇനിയിപ്പോൾ ഓരോ സ്റ്റേറ്റിലും എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ എത്രയായിരിക്കും നമ്മുടെ റാങ്ക് എന്നുള്ളതാണ് എല്ലാ കുട്ടികളും കാത്തിരിക്കുന്നത്. അതിനനുസരിച്ചാണ് അവരുടെ പ്രതീക്ഷകളല്ലേ ഏത് കോളേജ് കിട്ടും എന്നുള്ളത് നിൽക്കുന്നത്. കേരള റാങ്ക് പൊതുവേ കുറവാന്നൊക്കെ എന്ന് പറഞ്ഞാൽ കേരള റാങ്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് 1,00,000-നകത്തുള്ള സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് കുറവാണ്, സോ ബെറ്റർ റാങ്ക് കിട്ടുമെന്നൊക്കെയാണ് പൊതുവേ കേരളത്തിലുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത്. നമുക്കും അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നമുക്കൊരു കൃത്യം പെർസെൻറ്റേജ് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, അല്ലേ? ഇപ്പോൾ 1,00,000 പേര് എഴുതിയാൽ അല്ല അതിനകത്തൊരു 10% ആയിരിക്കും കേരള എന്ന് നമുക്ക് അങ്ങനെ എക്സാക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ട്രെൻഡ് പറയാൻ പറ്റുമോ? അങ്ങനെ പ്രത്യേകിച്ച് ഈ പുതിയ ടഫ് എക്സാമിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറൗണ്ട് ഒരു 1 lakh കിട്ടുന്ന ഒരാൾക്ക്, ഒരു ജനറൽ കാറ്റഗറി ഒരാൾക്ക് ഏകദേശം 10,000 പൊതുവേ കിട്ടി. 10% ഒരു സ്ട്രാറ്റജി പണ്ട് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് ഈ എക്സാമിൻ്റെ ടഫ്നെസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലുള്ളവർ ഇച്ചിരി കൂടെ മുമ്പോട്ട് പോകാനുള്ള ചെറിയ പോസിബിലിറ്റി കാണുന്നുണ്ട്. ഉണ്ട്. അതെ. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്ന് കേരള റാങ്കിനെ പറ്റിയാണ്. അപ്പം കേരള റാങ്ക് ഇപ്പം നിലവിൽ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് വന്നല്ലോ, കേരള റാങ്ക് വരാനായിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ പ്രൊസീജിയറുകളെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാമോ? ഓൾറെഡി എല്ലാവരും കീം രജിസ്റ്റേർഡ് ആയിരിക്കും, അല്ല കീം പുതിയതായിട്ട് ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കീം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം കേരള റാങ്ക് വരാൻ നമ്മുടെ നീറ്റിൻ്റെ സ്കോർ അല്ലെങ്കിൽ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യുമ്പോൾ ഓൾറെഡി കീമിൻ്റെ എല്ലാ ഡാറ്റാബേസ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് വെരിഫൈ ചെയ്ത് നമ്മുടെ റിസൾട്ട് അവിടെ കാണിക്കും. അപ്പോൾ നമ്മളത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് കീമിലേക്ക് ആഡ് ആവും. അതിനുശേഷം ഗവൺമെൻറ് അത് വെച്ചിട്ട് നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ റാങ്കും സെപ്പറേറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യും. അതാണ് ചെയ്യാൻ വിട്ടുപോയെങ്കിൽ പിന്നെ നമുക്ക് എൻ്റെ പ്രൊസീജിയർ നമ്മൾ ഔട്ടായി, അല്ലേ? നമ്മൾ ഈ കീം രജിസ്ട്രേഷൻ ചെയ്ത് പോലും വെറും വേസ്റ്റ് ആയി. കേരള റാങ്ക് അറിയണമെങ്കിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള അലോട്ട്മെൻറ്റ് എല്ലാം വെക്കണമെങ്കിലും ഇത് അപ്ലൈ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. വേറെ പിന്നീടൊരു എൻട്രി നമുക്ക് കിട്ടുന്നതല്ലായിരിക്കും. കാരണം എൻ്റെ റാങ്ക് ലിസ്റ്റ് റിവേഴ്സ് ചെയ്യണം, നമ്മൾ ഇത് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ഒരു അവസരം തരണമെങ്കിൽ. സോ ഇപ്പോൾ നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അതൊരിക്കലും സാധിക്കുന്നതല്ലായിരിക്കും ഈ ഇയർ. അല്ല, ഇനി നമ്മൾ ഈ പറഞ്ഞ കുറേ നാൾ കഴിഞ്ഞ് ഭാവിയിൽ പുതിയ ആപ്ലിക്കേഷനൊക്കെ വിളിച്ച് എന്തെങ്കിലും BAMS-നായിട്ടൊക്കെ പുതിയൊരു റാങ്ക് ലിസ്റ്റ് റിവേഴ്സ് ചെയ്യുകയൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു എൻട്രി പിന്നെ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതെ, ഈ കാറ്റഗറി റാങ്കിനെ പേര് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളെ സംബന്ധിച്ച് MBBS ഒക്കെ ഒരു ഏകദേശം എത്ര കട്ട് ഓഫ് ഒക്കെ തന്നെ? അല്ല, കേരള റാങ്ക് വെച്ച് നമുക്ക് ഈ പറയുന്ന പോലെ 10,000 റാങ്കിന് എന്തായാലും ഈ പറഞ്ഞ ജനറൽ റാങ്കിനോ അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റി ACയോ ബാക്കി എന്തെങ്കിലും OBC റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 3,000 പ്ലസും കൂടെ 13,000 വരെ കിട്ടണമാണ് പൊതുവെ ട്രെൻഡ്. BDS-നെ BMS-നെ സംബന്ധിച്ച് അങ്ങനെ ഒരു നമ്മുടെ കേരള റാങ്ക് നോക്കി ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. BDS-ഉം BMS-ഉം ഡോക്ടർ പറഞ്ഞ പോലെ BMS-നെ സംബന്ധിച്ച് കട്ട് ഓഫ് പ്രശ്നമല്ല. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ ഉറപ്പായിട്ടും ആർക്കും അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഈവൻ ക്വാളിഫൈഡ് അല്ലാത്തവർക്കും ഈ പറയുന്ന റിവേഴ്സ് ചെയ്യുമ്പോൾ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും. BDS-നെ സംബന്ധിച്ച് നമ്മൾ ത്രൂ കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തേക്കുന്ന ആർക്കും ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വാളിഫൈഡ് ആയവർക്ക് കഴിഞ്ഞ വർഷം 127 ആയിരുന്നു ക്വാളിഫിക്കേഷൻ തോന്നുന്നു. ആ 127 ഉള്ള ആൾക്കും BDS-ന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ ത്രൂ. അത് കൃത്യമായിട്ടൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അതായത് കഴിഞ്ഞ വർഷം 400 മാർക്ക് മേടിച്ചിട്ട് BDS സീറ്റ് കിട്ടാത്ത ആളുകളുണ്ട്. ജസ്റ്റ് ക്വാളിഫൈഡ് ഈ പറഞ്ഞ പോലെ 120 സംതിങ് സ്കോർ ചെയ്തിട്ട് നല്ല കോളേജ് കിട്ടിയ ആളുകളുണ്ട്. ഇതിൻ്റെ സ്ട്രാറ്റജി എല്ലാം കിടക്കുന്നത് കീമിൻ്റെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത വഴിയാണ്. അതെ, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ വിളിച്ചാൽ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഫസ്റ്റ് റൗണ്ട് ആപ്ലിക്കേഷൻ മുമ്പ് നമ്മുടെ അടുത്ത് കോൺടാക്റ്റിൽ വന്നവർക്ക് ജസ്റ്റ് 127 ആൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 5 lakhs or 6 lakhs വിത്ത് സ്കോളർഷിപ്പ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് കേരളത്തിൽ തന്നെ. എങ്ങനെ നമ്മുടെ കൗൺസിലിംഗ് പ്രൊസീജിയറിനെ അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ BDS-ൻ്റെയോ BAMS-ൻ്റെയോ. BAMS ഒക്കെ നമുക്ക് ഏത് സ്കോറുള്ളവർക്ക് ഏറ്റവും ബെറ്റർ കോളേജിൽ കേരളത്തിൽ ചെല്ലാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അത് ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് കോളേജ് ക്വാളിറ്റി അറിയത്തില്ലെങ്കിൽ അതൊരു എക്സ്പേർട്ട് കൗൺസിലിംഗിൽ കൂടെ തന്നെ അതിലേക്ക് ഏറ്റവും ബെറ്റർ കോളേജാണെന്ന് കൃത്യമായിട്ട് ചൂസ് ചെയ്യുക. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ഈ കേരള റാങ്ക് അതുപോലെ തന്നെ കാറ്റഗറി ലിസ്റ്റിൽ എത്രാമതാണ് എന്നൊക്കെ ആക്ച്വലി ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് MBBS-നാണ്. പിന്നെ നമ്മളത് കുറച്ചുകൂടെ ഒന്ന് സ്റ്റഡീഡ് ആവേണ്ടത്, അല്ലേ? AIMS അതുപോലെ BDS-നെ സംബന്ധിച്ചോളം സ്ട്രാറ്റജിക് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാർക്ക് അത് ഒരു പരിധി വരെ പ്രശ്നമല്ല ക്വാളിഫൈഡ് ആണെങ്കിൽ. അതെ, BAMS-നെ സംബന്ധിച്ച് ഡോക്ടർ പറഞ്ഞാൽ ഒന്നോടെ ഈ പറഞ്ഞ പോലെ റിവേഴ്സ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും മുൻപിൽ നിൽക്കുന്നുണ്ട്. അതെ. സോ എന്തെങ്കിലും ഇതായിട്ട് സംബന്ധിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഏതാ കീമായിട്ട് ബന്ധപ്പെട്ടോ നീറ്റായിട്ട് ബന്ധപ്പെട്ടതോ അതർ സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിലിംഗായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ കിട്ടുന്നതായിരിക്കും. ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്. താങ്ക് യു.